സേനാധിപനുമല്ല മന്ത്രിയുമല്ല, ഒരേ ഒരു രാജാവ്, ദ റിയൽ കിങ്. എടാ ക്യാപ്ഷനും കൊള്ളാം, ഫ്ലെക്സും കൊള്ളാം, പക്ഷെ ഒരു പ്രശ്നം, വച്ച സ്ഥലം മാറിപ്പോകുന്ന സംശയമുണ്ട്. ശരിയാ, ഈ ആളും അനക്കമില്ലാത്ത ഈ സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് വല്ല കാര്യമില്ല. സോഷ്യൽ മീഡിയയിലും മീഡിയ പിന്തുണ ഫുള്ള് സതീശനാണ്. അണികളുടെ പിന്തുണയാണെങ്കിലും സതീശനാ. നമ്മുടെ അണ്ണൻ ഡൽഹി കിടന്ന് കളിക്കുന്ന വെറുതെ എല്ലാം നമുക്ക് കാണിച്ചു കൊടുക്കണം. ശരിയാ, നമുക്ക് ഈ സാധനം എടുത്താൽ കവലയിൽ കൊണ്ടുവയ്ക്കാം. അവിടെ ആണെങ്കിലേ നല്ല ആളുകൾ കാണുന്ന സതീശന്റെ ഫ്ലെക്സിന്റെ ഒരുപടി മേലെ കെട്ടി വെക്കണം. ഇതുകൂടെ കൂട്ടി 106ാമത്തെ ഫ്ലെക്സാ. ജയിലിൽ നിന്ന് ഇറങ്ങിയോണ്ട് നിന്നെ കൊണ്ട് ഗുണമുണ്ടായി. ഇലക്ഷൻ കഴിയുമ്പോഴാണ് സത്യം പറഞ്ഞ വീഡിയോ സ്റ്റേഷന്റെ ഒരു പവർ മനസ്സിലായി. എടാ അണികൾ മൊത്തം നമ്മുടെ വീഡിയോസിനൊപ്പം അല്ലേ, ഹൈക്കമാൻഡ് വരെ സ്തംഭിച്ചിരിക്കുക. പിന്നെ അല്ല, ഇത് ജയിലിൽ നിന്ന് അതേപടി ഇറങ്ങി, ആ ഷർട്ട് പോലും മാറ്റാൻ പറ്റില്ല. അവസ്ഥ അങ്ങനെയല്ലടാ, ഞാൻ ഈ നമ്പർ മാത്രം പറിച്ചാൽ ഇറങ്ങി. എടാ എങ്ങനെ പഴയ ലുക്ക് ഇട്ടില്ലേ? പഴയ ലുക്കുണ്ട്. ബാബോ ഓക്കെ ആണോ? എന്നെ കിട്ടുന്നുണ്ടോ? ഫ്ലെക്സോ റെഡി അല്ലേ? ഓക്കെ. 10 വർഷത്തെ LDF ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് UDF അധികാരത്തിലേറാൻ പോവുകയാണ്. എല്ലാവർക്കും ഒരൊറ്റ ചോദ്യം മാത്രം, ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി? KCയോ വീഡിയോ അതോ നമ്മുടെ മുതിർന്ന നേതാവായ ചെന്നിത്തലയോ? എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാത്ത എന്റെ പിന്നിലായിട്ട് VD സതീശന്റെ ഫ്ലെക്സ് ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. അത് തൂക്കിയ അണികളാണെന്ന് തോന്നുന്നവര് നമുക്ക് ചോദിച്ചു നോക്കാം. VD സതീശന്റെ അനുയായികളാണോ? എന്താ തോന്നുന്നേ? എന്ത് തോന്നാണ് ഇത്? VD സതീശൻ തന്നെ കേരളം നയിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വേറെ ആരോ ഉള്ളത്? വേറെ നേതാവുള്ളത്? അതെന്തുകൊണ്ട് ദേശീയ മുന്നണിയില് മുന്നണി നയിച്ച KC ആയിക്കൂടെ? ഇത്ര മന്ത്രിമാര് തോക്കുമെന്ന് പറഞ്ഞു, 100ന് മേലെ സീറ്റ് പിടിക്കുമെന്ന് പറഞ്ഞു. ഇത്രയും ദീർഘവീക്ഷണമുള്ള ഏത് നേതാവാ ഉള്ളത്? അത് സതീശൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. KCക്കൊന്നും അപ്പുറം പറ്റുന്നൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ശക്തി പ്രകടനം കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ അണികൾ ഒരു ആവേശം? നമ്മൾ ഇത്ര ഫ്ലെക്സ് വെക്കുന്ന വെറുതെ ഒന്നുമല്ല. അല്ല, ഫ്ലെക്സ് വെക്കാൻ പാടില്ല എന്നല്ലേ? ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. അച്ചടക്കം നമ്മൾ പേടിക്കണ്ടായിരുന്നു. നമ്മൾ ജനവികാരത്തിനൊപ്പമാണ് ഞങ്ങൾ. ഇവിടെ കട്ടക്ക് നിൽക്കുന്ന അണികളാണ്. രക്തം തിളക്കുകയാണോ നിങ്ങളെ? എന്റെ സിരകളിൽ ഓടുന്നത് VD സതീശൻ രക്താ. അത് ആലങ്കാരികമായിട്ട് അവൻ പറഞ്ഞതേ ഉള്ളൂ. അതെ, ഓടുന്നുണ്ട്. ഇവിടെ കുറച്ച് INTUCയുടെ നേതാക്കൾ ഞാനത് പറയട്ടെ. ഇവിടെ കുറച്ച് INTUCയുടെ ചേട്ടന്മാരുണ്ട്, നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം. ചേട്ടാ നിങ്ങൾ പറ, ആരായിരിക്കും ഇനി മുഖ്യമന്ത്രി? പറ. സതീശൻ എന്ന് പറയണ സതീശൻ തന്നെ. ഞങ്ങൾ INTUCക്കാരല്ല കേട്ടോ, TITക്കാരാണ്. പക്ഷെ അവർക്ക് വരെ സതീശൻ വരണമെന്ന് ആഗ്രഹം. അതെ, സതീശൻ തന്നെ വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും കോൺഗ്രസിനോട് ചെറിയൊരു ഉള്ളിന്റെ ഉള്ളിലൊരു അനുഭവം ഉണ്ട്. പട സതീശൻ വരണം. ഈ VD സതീശനെക്കാട്ട് കൂടുതൽ കോൺഗ്രസിന് വേണ്ടി പണിതെങ്ങണത് രമേശ് ചെന്നിത്തലയാണ്. കരുണാകരൻ മന്ത്രിസഭയിലെ സാമൂഹ്യ വകുപ്പ് മന്ത്രിയായിരുന്നു. അപ്പൊ ഇയാളെ കൂടുതൽ സീനിയാരിറ്റി ഉണ്ട്. അടുത്തത് ആരാവണം മുഖ്യമന്ത്രി? എന്താ ചേട്ടന്? എന്താ സംശയം? VD ആരാണ് പടം നയിച്ചത്? ആരാണ് പടം നയിച്ചത്? VD പടം നയിച്ചാൽ ചേച്ചി ആരാണ് അടുത്ത മുഖ്യമന്ത്രി? ചേച്ചി പറഞ്ഞു പറയിപ്പിക്കുന്നതാണോ? നമ്മുടെ നാടിന് ഉചിതമായത് ഇപ്പൊ നമുക്ക് ഒത്തിരി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ് കളി. ഇതാണ് ഗ്രൂപ്പ് കളി. മുഖ്യമന്ത്രിയാണെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ VD സതീശൻ തന്നെ ആകണം. ഞാൻ ചോദിക്കട്ടെ, ഈ MLA-മാരെ കൂടുതൽ സപ്പോർട്ടാർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടാർക്ക്? അതല്ലല്ലോ നോക്കണ്ടേ. MLA-മാര് വോട്ട് ചെയ്തിട്ടല്ല VD-യും മറ്റുള്ള ഇവരൊക്കെ കോൺഗ്രസ്സുകാരൊക്കെ ജയിച്ചേ. ഇന്ന് കേരളം നയിക്കേണ്ടത് VD സതീശനാണ്. വോട്ട് ചെയ്ത ദയവ് ചെയ്ത് ഞങ്ങൾക്ക് പറയാനുള്ള, വോട്ട് ചെയ്ത ഞങ്ങളെ കളിയാക്കരുത്. ഞങ്ങൾ ഈ രാജ്യത്ത് മുഴുവൻ ജനങ്ങളും അദ്ദേഹത്തിനാണ് ഞങ്ങളെ മുഖ്യമന്ത്രിയായിട്ട് ആഗ്രഹിക്കുന്നത്. MLA-മാരുടെ സപ്പോർട്ട്, MLA-മാരല്ല ജനങ്ങളുടെ സപ്പോർട്ട്, പിന്തുണ സതീശൻ വേണം. അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ബാക്കി ഇതിൽ ഇവിടുന്ന് എന്തുകൊണ്ടും കണ്ടുപിടിച്ചോട്ടെ. അല്ല, ഹൈക്കമാൻഡ് ഇപ്പൊ എന്ത് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നു? അതെന്തായാലും ജനത്തിന് ഞങ്ങൾക്ക് ഒരു മുഖ്യമന്ത്രി മതി. അതായാലും ആരാവും? KC VD ആരാണ്? ഞങ്ങൾ മുരളീധരൻ ആവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അടുത്ത നമുക്ക് കിട്ടിയിരിക്കുന്നത് കേരളത്തിന്റെ വർക്കിംഗ് ക്ലാസ് പീപ്പിൾസിനെയാണ്. ചോദിച്ചു നോക്കാം, വരാൻ പോണ കേരളത്തിന്റെ മുഖ്യമന്ത്രി കോനെ? KC ആണ്.
ഞങ്ങളുടെ വിജയം. നേരത്തെ പറഞ്ഞു പഠിപ്പിച്ചു പൾസ് നോക്കണ, കേരളത്തിൽ വർക്ക് ചെയ്യുന്ന കൈക്കരത്തിന്റെ ആലുമകളാണ് ഇവര്. ഫ്ലാഷ് ബാക്ക്. KC വേണുഗോപാൽ പോലും. വേണുഗോപാൽ സാർ. നിങ്ങളല്ലേ ഇന്നലെ പറഞ്ഞത് ജൻസികളുടെ അഭിപ്രായം മൊത്തം സതീശനാണെന്ന്. കേട്ട് പാടി. കേരളം ഭരിക്കേണ്ടത് KC വേണുഗോപാൽ സാർ. ജനവിധി UDF അനുകൂലമാണ്. പക്ഷെ കേരളത്തിന് ആര് നയിക്കുമെന്ന ചോദ്യത്തിന് നേതാക്കന്മാർക്കിടയിൽ അടിപിടി കഴിയുമെങ്കിലും ഈ അണികൾക്കിടയിലുള്ള തർക്കങ്ങളൊന്നും തീരാൻ പോകുന്നില്ല. ക്യാമറമാൻ സുധീഷിനൊപ്പം ഫർസാഡിയം, റിപ്പോർട്ടർ കൊച്ചി, സൈനിങ് ഓഫ്. എന്താ താങ്ക് യു ചേട്ടാ. ക്യാമറ ഓഫ് അല്ലേ? സോറി